എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ച് വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരുമില്ല, ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തി. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ, നീ ഇഞ്ഞു. പക്ഷേ അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറേ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞു, അത് എൻ്റെ ഒരു സ്വഭാവമാണ്, അത് ഞാൻ പറയും, അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവളെന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെയും ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിൻ്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിൻ്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതേ ഇതേ, പിന്നെ അതൊക്കെ. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇത് കണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അങ്ങോട്ട് അയക്കുന്നുള്ള കാര്യങ്ങൾ അമ്മൂമ്മയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എനിക്ക് അവർ അയക്കുന്നതിന് ഇത് കണ്ട അവരൊരു ഓഡിയോ അയച്ചത് വരെ അവരിങ്ങനെ ഡിലീറ്റ് ചെയ്യും. കാരണം അമ്മൂമ്മയ്ക്ക് അത് എടുത്തൊന്നും ചെയ്യാൻ അറിയത്തില്ല. അമ്മൂമ്മ അങ്ങോട്ട് അയക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് അയക്കുന്നതേ ഇല്ല. അപ്പം അവരിതുപോലെ എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അത് അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. എന്നിട്ട് അവർ പറയുന്ന അമ്മൂമ്മ അപ്പൂപ്പനെ നോക്കാൻ സമ്മതിച്ചില്ല എന്നും അപ്പൂപ്പൻ്റെ മൂക്കുന്ന രക്തം വന്നു, ഇതൊക്കെ ഞാൻ ഇവിടെ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അത് അവരെ മൂക്കുന്ന രക്തം വന്നെന്നൊക്കെ വെറുതെ ചുമ്മാ പറഞ്ഞ, മൂക്കങ്ങനെ മുറിഞ്ഞ രക്തം വന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ മൂക്കുന്നവർക്ക് വേറെ തരത്തിൽ ഒന്നും രക്തം വന്നില്ല. എന്നിട്ട് അമ്മൂമ്മ ഹോം നഴ്സിനെ വെളിയിൽ നിർത്തിയെന്നാ അങ്ങനെ എന്തൊക്കെ പറയുന്നത്. തെറിയും പറഞ്ഞു കൊണ്ടുപോയ ഹോം നഴ്സിനെ. കാരണം ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത്, അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീ അല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഞാനിവിടെ ആർക്കൊരു ഫോൺ ചെയ്യുമോ ആ ഫോൺ അതേപടി ഇവർ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് ഇത്ര മണിക്ക് ഞാൻ ഇന്നാരെ വിളിച്ച്, ഞാൻ ആകെ വിളിക്കുന്നത് എൻ്റെ 2 നാത്തൂന്മാരുണ്ട്, അവരെ ചിലപ്പോൾ വിളിക്കും. അവരെ വിളിച്ചാലും അമ്മൂമ്മ പരാതി പറയാറുണ്ട്. അവരെ വിളിച്ച് ഞാൻ പറയും, എനിക്ക് ആരുമില്ല, എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല, ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിന്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, സിമിക്ക് വേണ്ടിയാണ് എൻ്റെ ചെന്നൈയിലെ വീട് സഹിതം വിറ്റ് കൊടുത്ത് സിമിക്ക് വേണ്ടിയിട്ട്, അതും പോയി. അമ്മൂമ്മ എന്തുകൊണ്ടാണ് എന്നെ വളർത്തേണ്ടി വന്നത്? സിമി ഈ കുട്ടിയെ തന്നെ നോക്കാത്തതിന്റെ പേരിലാണ് ഞാൻ. അവര് പറയുന്നത്, അമ്മ പറയുന്നത് ചിന്നമ്മ എന്നാണല്ലോ എൻ്റെ അമ്മേനെ വിളിക്കുന്നത്, ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എൻ്റെ ഒരാൾ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം എന്നാണ് പറയുന്നത്. കല്യാണം കഴിച്ചാൽ അല്ല കുഴപ്പം, ഒരു കുഞ്ഞിനെ നോക്കിയില്ല എന്നുള്ളതാണ് കുഴപ്പം. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ കല്യാണത്തിന് പോലും ആ 6 സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാണ് അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്തായാലും ആവട്ടെ. എന്നിട്ട് പറയുക അമ്മൂമ്മ അപ്പൂപ്പനുമായിട്ട് അടിയാവുന്നു, അമ്മൂമ്മ അപ്പൂപ്പനെ ഇത് ചെയ്തു, ഉപദ്രവിച്ചു വന്നു, അമ്മൂമ്മ എങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനെന്താണ് പറയാനുള്ളത്? ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ അടികൂടിയാ നാട്ടുകാർക്ക് എന്ത്? ഞങ്ങൾ ചിലപ്പോൾ അടികൂടും പിടികൂടും പലതും ചെയ്യും. അത് ആരും തിരക്കേണ്ട ഒരു കാര്യമില്ല. ഞങ്ങൾ 10-58 വർഷം കൊണ്ട് ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൂപ്പനെ പണ്ടേ ഡിവോഴ്സ് ചെയ്താൽ പോലും. അപ്പം അങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊക്കെ അങ്ങ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് കളഞ്ഞൂടെ? അത് ചെയ്യാതെ എന്നെ ഈ അവസാനം വരെ നോക്കി എനിക്ക് കിടക്കാനൊരു വീടും എനിക്ക് ജീവിക്കാനുള്ളതും ഒക്കെ തന്നിട്ട് തന്നെ എൻ്റെ ഭർത്താവ് പോയത്. ഇവരെല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലേ, എന്തിനപ്പൂപ്പ ആ സ്ത്രീക്ക് ആ വീട് ആ സ്ത്രീയുടെ പേരിന് കൊടുത്തെന്തിനപ്പൂപ്പ, എന്തിനപ്പൂപ്പ ആ സ്ത്രീയുടെ പേരിന് പൈസ ഇട്ട് കൊടുത്തത്, അപ്പൂപ്പ എന്തിനു വേണ്ടി അത് ചെയ്തെന്നല്ല അവർ ചോദിച്ചല്ലോ. ഈ അമ്മ ചോദിച്ചല്ലോ. ഈ അഹാന അവിടെ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്ന അലൻ എന്ന് പറഞ്ഞൊരു ഹോം നഴ്സ് നിന്നിട്ടുണ്ട്, അവൻ്റെ കയ്യിൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കൊടുത്തിട്ട് അവൻ്റെ അടുത്ത് പറയും, അലൻ അവിടെ ചെന്ന് ആ അമ്മൂമ്മയോട് പറയണം, ഈ ഒരു ഫ്രൂട്ട്സ് പോലും അമ്മൂമ്മ എടുക്കാൻ പാടില്ല, ഇത് അപ്പൂപ്പന് വേണ്ടി മാത്രം വാങ്ങി തന്നതാണെന്ന് ഞാൻ പറഞ്ഞെന്ന് അലൻ പറയണം. അലൻ പറയാതിരിക്കരുത്. ആ പയ്യൻ അതേപോലെ ഇവിടെ വന്ന് എന്നോട് പറയുമായിരുന്നു.
അഹാന ചേച്ചി പറഞ്ഞ് ഈ ഫ്രൂട്ട്സ് എല്ലാം അതെല്ലാം ഒരു പേരയ്ക്ക, ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ. എന്നാ അപ്പൂപ്പനും അങ്ങനെ ഇഷ്ടം പോലും അല്ല. അപ്പം എന്ത് കൊണ്ടുവന്നാലും ഞാൻ തിന്നാതെ എൻ്റെ ഭർത്താവ് തിന്നില്ല. ഒരു ഓ ഓ അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് കാര്യം. അതായത് ഇവർക്ക് അങ്ങോട്ടുള്ളതുപോലെ അവർക്ക് ഇങ്ങോട്ടും ഇഷ്ടമല്ല എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് അഹാന എങ്ങനെയാണോ അമ്മൂമ്മ പെരുമാറുന്നത് തിരിച്ചു അങ്ങനെ തന്നെയാണ്. സാധനവും എനിക്ക് തന്നെ അവർ തിന്നും. അവർക്ക് എത്ര വയ്യെങ്കിലും എനിക്ക് തരാതെ ഒരു സാധനവും അവർ കഴിക്കില്ല. പക്ഷേ അമ്മ അങ്ങനെ പറഞ്ഞ് കൊടുത്തയച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പയ്യനോട് തീർത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞെന്ന് പറയണം, ആ സ്ത്രീ ഇതൊന്നും എടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് അവസാനം അമ്മൂമ്മ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെല്ലാവരും എന്താ പറഞ്ഞ കല്യാണത്തിന്റെ കാര്യം എന്താണ് പറഞ്ഞത്? കല്യാണം ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മ എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പം അമ്മമ്മ പറയുന്നത് ശരിയാണെങ്കിൽ വാസ് റിയലി റോങ്. അഹാനയുടെ സൈഡിൽ നിന്ന് വലിയ തെറ്റാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്വന്തം അമ്മൂമ്മനെ അടിക്കാൻ ഓങ്ങാൻ പാടില്ല. എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മൂമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പോൾ എനിക്ക് ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് വരണത്. കാരണം ഇഷാനിയൊക്കെ ഡീസൻറ്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനിയും ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു അമ്മൂമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു എന്നെ വിളിച്ച് പറഞ്ഞു. കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത് എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കില്ല, നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എൻ്റെ കല്യാണത്തിനൊന്നും വിളിക്കില്ല. എൻ്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്, അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. അയ്യോ മോളെ, ഞാൻ നിൻ്റെ കല്യാണത്തിന് വരില്ല, നീ എന്നെ വിളിക്കുകയും വേണ്ട, 75 വയസ്സായ എനിക്ക് ഇനി എന്തോന്ന് കല്യാണത്തിന് കൂടാൻ മക്കളെ, അതുകൊണ്ട് ഞാൻ മക്കളെ വിളിക്കുകയും വേണ്ട, ഞാൻ വരെയില്ല മോനെ. സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അഹാന എപ്പോഴും അമ്മൂമ്മനെ വിളിക്കുന്നത് നീ 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 എന്നാണ്. അവരൊരിക്കലും ഒരു റെസ്പെക്ട്ഫുള്ളി അവർ സംസാരിക്കുന്നില്ല. അഹാൻ കാര്യം മനസ്സിലാക്കട്ടെ, എല്ലാ അമ്മമാരെയും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളതാണ്. പ്രായമായി കഴിഞ്ഞാലും അല്ലെങ്കിലും അവരങ്ങനെയാണ്. പിന്നെ അമ്മൂമ്മ എന്നോട് വിളിച്ചു. എന്നിട്ട് അമ്മൂമ്മക്ക് തേക്കാനുള്ള തുണി എടുത്ത് എന്തൊക്കെ പറഞ്ഞു. ഞാൻ കുറേ തുണികളെല്ലാം കൂടെ വാരി ഒരു കവറിലിട്ട് ഇവിടെ നിന്ന് ഹോം നഴ്സ് പയ്യൻ്റെ കൊടുത്തിട്ട് തേക്കാൻ കൊടുത്തയച്ച് ഒരു തുണി പോലും എനിക്ക് തിരിച്ചു തന്നില്ല. ഞാൻ ആ തുണികൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ തുണികൾ കൊടുത്തത്. ഇപ്പം ഞാൻ തുണി നോക്കണ തുണിയില്ല. എന്നിട്ട് ആ ഹോം നഴ്സ് പയ്യനെ വിളിച്ച് ഞാൻ ചോദിച്ചേടാ മോനെ, അന്ന് ഞാൻ 10-12 ചുടിദാറുകൾ എടുത്ത് തേക്കാൻ തന്നല്ലടാ, ആ ഒരു തുണി ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല എന്നായി അത് കൊടുത്തിട്ട് ആ തുണി എനിക്ക് തിരിച്ചു കിട്ടിയില്ല. കാരണം അണ്ണാച്ചി തുണി തേച്ചാൽ ഇവരെ വീട്ടിലാണ് കൊടുക്കുന്നത്, സിന്ധുവിൻ്റെ വീട്ടിലാണ് കൊടുക്കുന്നത്. അത് അവരെടുത്തങ്ങ് മാറ്റിക്കളഞ്ഞു. എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് കൊടുക്കാൻ ഒരു തുണി വാങ്ങിത്തരാൻ ആരുമില്ല. എൻ്റെ തുണി അവൾ വാങ്ങിത്തന്ന തുണിയും ഞാൻ വാങ്ങിച്ചതും. എപ്പോഴും ഞാൻ ഒരിക്കൽ നർമ്മദയിൽ പോയി ഒരു 3-4 തുണി വാങ്ങിച്ചു. ആ തുണിയെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം അവളങ്ങ് തിരിച്ചെടുത്ത്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ ആ തുണിയില്ല. അതുകൊണ്ട് നമ്മൾ പോയി അതിനും തുണി എടുക്കേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കൊച്ചു വന്നിട്ട് പറഞ്ഞ് അമ്മമ്മയ്ക്ക് തുണി ഇല്ലെങ്കിൽ ഞാൻ വാങ്ങിത്തരാം എന്നും പറഞ്ഞ് പോയി. എനിക്കൊരു 5 ചുടിദാറിൻ്റെ തുണി വാങ്ങിച്ച് അവൾ തയ്ക്കാൻ കൊടുത്തിരിക്കുന്നത്, എനിക്ക് തുടുക്കാൻ തുണിയില്ലെന്ന് പറഞ്ഞതുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് എൻ്റെ മോൾ എന്നോട് കാണിച്ചത്. എൻ്റെ ഭർത്താവിൻ്റെ പറയും, ഡാഡി ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീ ചത്തെങ്കിൽ ഞാൻ ഡാഡി എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയതാണ്. ആ സ്ത്രീ അങ്ങ് ചത്താൽ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലേ എന്ന് എപ്പോഴും പറയുമായിരുന്നു. അവർ വന്ന് എന്നോട് പറയടി, ഒരു മോള് പറയണ വാചകമാണ് ഇതാണ് എൻ്റെ മോള് പറയണത്. അവൾ എൻ്റെ മോളല്ല, അവള് നമ്മളെ മോളല്ല. അവള് ഇത്രയും ഭീകരതയുള്ള ഒരു സ്ത്രീയാണ് അവള്. പിന്നെ അവർ പിന്നെ മിണ്ടാതിരുന്നത് എന്തെന്ന് വെച്ചാൽ അവരെ ആശുപത്രി കൊണ്ടുപോയി എടുക്കുകയും ചെയ്യണതുകൊണ്ട് അവർ മിണ്ടാതിരുന്ന്. വീട്ടിൽ ആര് കയറി വന്നാലും അവരോടെയൊക്കെ പറയുമായിരുന്നു. ഈ ഹോം നഴ്സിനെ നിർത്തി തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോളെന്ന് വെച്ചാൽ ഇത്രയും പഞ്ചകിയായ ഒരു സ്ത്രീകൾ ലോകത്തുണ്ടാവില്ല. അവൾ എനിക്കിപ്പോൾ ഈ മരുന്ന് വാങ്ങിത്തരണത് അവർ കഷ്ടപ്പെട്ട് ഇവർ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നടക്കണില്ലേ. എങ്ങനെ ഇംഗ്ലീഷുകാരായത്? എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് അവരെ ഊട്ടിയിൽ കുട്ടപ്പേട്ട് പബ്ലിക് സ്കൂളിലാക്കി പഠിപ്പിച്ചതിൻ്റെ പേരിലാണ് അവരിപ്പോൾ ഇംഗ്ലീഷുകാരായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിച്ചുകൊണ്ട് കിടക്കണം. ഇംഗ്ലീഷ്. എന്നിട്ട് അമ്മ ആരും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ ചെലവിന് ഇപ്പോൾ ആരെങ്കിലും തരുന്നുണ്ടോ? ഇപ്പം മെനിങ്ങാന്ന് എൻ്റെ അനിയത്തിനെ മോൻ, കാരണം ഞാൻ ഇട്ടേക്കുന്ന പൈസയ്ക്ക് പലിശ കിട്ടുന്നത് എനിക്ക് 18 രൂപ എനിക്ക് കിട്ടും. അറിയാതെ അമ്മ, എനിക്ക് അറിഞ്ഞാൽ അവർ പറയും അവിടെയാണെന്ന്. അമ്മക്ക് അറിയാതെ സംസാരിക്കും. 24 രൂപ കൊടുക്കണം, വീട്ടോട്ട് ഒരു ജോലിക്കാരി വയ്ക്കുന്നു. പിന്നെ എനിക്ക് ചിലവില്ലേ, എനിക്ക് മരുന്ന് വേണ്ടേ, അതിനെൻ്റെ പൈസ ഇല്ല. അങ്ങനെ ഞാൻ മെനിങ്ങാന്ന് എൻ്റെ അനിയത്തിനെ മോനെ വിളിച്ചിട്ട് ഞാൻ അമ്മമ്മയ്ക്ക് കാല് നീട്ടി ഇടാതെ ഇരിക്കാൻ പോലും പറ്റില്ല, കാല് മൊത്തം നീരാ. ഇത് കള്ളം പറയേണ്ട ആവശ്യം പോലും ഇല്ല. എൻ്റെ അനിയത്തിനെ മോനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മക്കളെ നീ നിൻ്റെ ചേച്ചിമാരെ വിളിച്ചിട്ട് പറ, മൂത്തമ്മയ്ക്ക് 2 പേരും കൂടെ എന്തെങ്കിലും ഒരു 12 രൂപ എടുത്താലും 2 പേരും കൂടെ ഒരു 20, സിന്ധുവിൻ്റെയും സിമീൻ്റെയും കൂടെ ഒരു 25 രൂപ അമ്മമ്മയ്ക്ക് തരാൻ പറ മക്കളെ. എങ്കിൽ എനിക്ക് വീട്ടിലൂടെ നിൽക്കണ ഒരു ജോലിക്കാരിയെ വയ്ക്കുകയും മരുന്ന് മേടിക്കുകയും ചെയ്യാൻ മോന്. അവരൊക്കെ അതൊരു പിച്ചക്കാശ പോലെ ഉള്ളവരുടെ തരാൻ പറ. ഇപ്പോൾ ഒരു 10 മാസം ഒരു 15 രൂപ തരാൻ സിന്ധുവിനെ കൊണ്ട് നടക്കും, സിമിയെ കൊണ്ട് കഴിയും. സിമിയുടെ ഭർത്താവ് ഇന്ന് ജോലി ചെയ്യണം. എൻ്റെ ഭർത്താവാണ് അങ്ങനെ ഒരു ജോലി അവൾക്ക് വാങ്ങിക്കും. അമ്മമ്മക്ക് അറിയല്ലേ? അമ്മമ്മക്ക് അറിയാതെ പറ, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും അവിടെയാണെന്ന്.
എന്നിട്ട് ഞാനിതാ ഇങ്ങനെ ഇരിക്കുന്നു, എനിക്ക് ആരുമില്ലാതെ ഞാൻ ഇരിക്കുന്നു. കേട്ടാണ് ഞാൻ ഓടി വരുന്നത്. കാരണം പറഞ്ഞൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. കാരണം എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. അമ്മൂമ്മയെ നോക്കാൻ ആരും ഇല്ല ഇപ്പോൾ. അത് അമ്മൂമ്മയും അവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞു, അവർ നോക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാനും പറഞ്ഞു ഓക്കെ എങ്കിൽ നിങ്ങൾ നോക്കണ്ട, എന്നെ നോക്കിയവരല്ലേ, ഞാൻ വന്ന് നോക്കിക്കോളാം. ഇത്രയും നടന്നുള്ള സംഭവം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മാലാകാളെന്നും അതെല്ലാം ഇല്ലെന്ന് പറയുന്ന ആൾ ആദ്യം അവർ ചെയ്ത ചാറ്റും കാര്യങ്ങളും മറക്കാതെ എല്ലാ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ആദ്യം അവരത് ഓർത്തിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ അവർ നല്ലവരാണെന്നോ സ്വന്തം അമ്മൂമ്മ എത്ര പ്രശ്നമാവട്ടെ അങ്ങോട്ട് ഒരു സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാണ് ബിച്ച് കുഞ്ഞെണീച്ച് ബിച്ച്. സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാ വസന്ത, എടി പോടി എൻ്റെ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അമ്മൂമ്മ വിളിച്ച് കരയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്.